ആ മോളെ, ഭക്ഷണം കഴിക്കണ്ടേ? ഇനി രാവിലെ എഴുന്നേറ്റ് പഠിക്കാം. ആഹാ, ഇന്ന് നേരത്തെ വിശപ്പായോ? അല്ലെങ്കിൽ വേണ്ട, ദേവിക മോളെ കാണണം. എന്തൊക്കെയായിരുന്നു പുകില്? ഇന്ന് രുചിയോടെയും സന്തോഷത്തോടെയും കുറച്ച് ഭക്ഷണം കഴിക്കണം. ദേവികയുടെ ശബ്ദം കേട്ടതോടെ നമുക്ക് മാത്രമല്ല, ഈ വീടിന് തന്നെ ഉണർവ് വന്നു. നന്ദൻ വന്ന് ദേവിയെ കണ്ടുവെന്നും സംസാരിച്ചു എന്നൊക്കെ പറയുമ്പോഴും അത് നമ്മളെ സമാധാനിപ്പിക്കാൻ പറയുന്നതാണോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. ആ സംശയമൊക്കെ നീങ്ങി. ചേച്ചിയോട് വർത്താനം പറഞ്ഞു കഴിഞ്ഞപ്പോ ചേച്ചിയെ പെട്ടെന്നൊന്ന് കണ്ടാ കൊള്ളാന്ന് തോന്നുന്നു, അല്ലേ അമ്മേ? ആ, എവിടെയുണ്ടെന്നറിഞ്ഞല്ലോ, പകുതി സമാധാനായി. ഇനി തമ്മി കാണുന്നൊക്കെ എല്ലാം നേരെയായിട്ട് മതി. ആവേശം കാണിച്ച് ഇനി അബദ്ധം വരാൻ പാടില്ല. പാവം നന്ദൻ, ദേവികയെ രക്ഷിക്കാൻ വേണ്ടി അവൻ എന്തുമാത്രം ബുദ്ധിമുട്ടുന്നുണ്ട്. ഏതൊക്കെയോ സാഹചര്യങ്ങളില് നമ്മൾ കാര്യങ്ങൾ ശരിക്കറിയാതെ നന്ദനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഇപ്പോഴാ നന്ദന്റെ മഹത്വം മനസ്സിലായത്. നമുക്ക് സന്തോഷമുള്ള ഒരു ജീവിതം വൈകാതെ തിരിച്ചു കിട്ടും. തീർച്ചയായും രാധികേ, അപകടങ്ങളിൽ നിന്നും ദൈവം നമ്മളെ രക്ഷിച്ചുകൊണ്ട് പോകുന്നത് പൂർണ്ണ സന്തോഷം തരാൻ വേണ്ടിയാണ്. എന്ന് വാ, കഴിക്കാം. ആ, എന്താ ഗൗരി? അമ്മ വീണ്ടും മീരെ കണ്ടെന്ന് പേടിച്ചു വന്ന് എന്നെ വിളിച്ചു. ഒരു കട്ടൻ ചായ ഇട്ട് കൊടുക്കാൻ വന്നതാ. എന്താ അമ്മ ഇത്, ഉറക്കമൊന്നുമില്ലേ? ഇല്ല, എന്നെ ഉറങ്ങാൻ മീരക്കുഞ്ഞ് സമ്മതിക്കുന്നില്ല. അമ്മ വല്ല സ്വപ്നവും കണ്ടതായിരിക്കും. സ്വപ്നാണോ സത്യാണോന്ന് അറിഞ്ഞൂടാ, പക്ഷെ ഞാൻ കണ്ടു. ആരെ കണ്ടുവെന്ന്? മീരെ കണ്ടു. എന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞു. അല്ല, മീര ജീൻസും ടീഷർട്ടാണോ ഇട്ടിരുന്നത്, അതോ പഴയ ട്രഡീഷണൽ വെള്ള സാരിയോ? ഒന്ന് പോടാ അവിടുന്ന്. വെറുതെ ഇരിക്കും മുരളേട്ടാ. അമ്മേ, എന്നിട്ട് മീര എന്താ പറഞ്ഞേ? എന്റെ മരണത്തിന് നിങ്ങൾക്ക് പങ്കുണ്ടെന്ന്, ആരും വെറുതെ വിടില്ലെന്നും പറഞ്ഞു. മീര അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോ അമ്മ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു അല്ലേ? സ്വപ്നമായിരുന്നു എന്ന് മനസ്സിലായില്ലേ അമ്മേ? അമ്മ വെറുതെ പറഞ്ഞ് കാര്യങ്ങൾ വഷളാക്കും. അമ്മ പോയി കിടന്ന് ഉറങ്ങാൻ നോക്കിയേ. ഒരു മീര. മുരളി, കാര്യം സ്വപ്നൊക്കെ തന്നെയാ ഞാൻ കണ്ടത്. പക്ഷെ സ്വപ്നത്തിൽ ഇങ്ങനെയൊക്കെ തോന്നിപ്പിക്കണമെങ്കിൽ മീരയുടെ സാന്നിധ്യം ഈ വീട്ടിലുണ്ട്. അന്ന് മീരക്കുഞ്ഞ് ഇവിടെ വന്നപ്പോ ദേഷ്യപ്പെട്ടില്ലേ? അതിന്റെ ഒരു പക മീരക്കുഞ്ഞിന് കാണും. എന്നാ അമ്മ ഒരു കാര്യം ചെയ്യും, ഇനി മീര വരുമ്പോ പറഞ്ഞാ മതി വഴക്കുണ്ടാക്കിയത് ഗൗരിയും മുരളിയാണെന്ന്. ഞങ്ങളോട് ചോദിക്കാൻ, ഞാൻ പറഞ്ഞോളാം ബാക്കി. ഞാൻ കിടക്കാൻ പോവാ, രാവിലെ എനിക്ക് ഓട്ടോ ഉള്ളത്. അമ്മയും മരുമോളും കൂടി പ്രേതകഥയും പറഞ്ഞുകൊണ്ട് ഇവിടെ ഇരിക്കും. മോളെ, നിനക്ക് പേടിയുണ്ടോ മീരെ? എന്തിനാ? മരണപ്പെട്ടു കഴിഞ്ഞാ സത്യം സത്യമായിട്ടല്ലേ മനസ്സിലാക്കുന്നത്. അപ്പൊ മീരയ്ക്ക് നമ്മളോട് ദേഷ്യം വരില്ലല്ലോ. ആണോ? ഈ ചായ എടുത്ത് കുടിച്ചിട്ടേ അമ്മ വന്നേ, നമുക്ക് കിടക്കാം. അവളെന്നോട് ദേഷ്യത്തിലാ മോളെ സംസാരിച്ചത്. ഒന്ന് മിണ്ടായിരിക്കമ്മേ.
അമ്മേ വാതിൽ തുറക്ക്. അമ്മേ 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 അമ്മേ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.